നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ പുതിയൊരു വീഡിയോ ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് സെറ്റപ്പ്? ഞാനൊരു ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് രാത്രി, ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബസൂക്കയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കണേ. ട്രെയിലർ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മണിക്കൂറായി. ഞാൻ ഇപ്പോഴാണ് സത്യമായിട്ടും കാണുന്നത്. എനിക്കതിൽ വിഷമമുണ്ട്, കാര്യം ഞാനൊരു കടുത്ത മമ്മൂക്ക ഫാനാണ്. സോ ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ ഗൈസ്, ലെറ്റ്സ് വാച്ച്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്, ഞാൻ മുമ്പ് ഇത് പ്ലേ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ലെറ്റ്സ് പ്ലേ ഗൈസ്. പരസ്യം ഭയങ്കര പരസ്യമാണ് യൂട്യൂബിൽ. സോ ഗൈസ് ലെറ്റ്സ് പ്ലേ. ഏപ്രിൽ 10 റിലീസ് ബസൂക്ക. എടീ, ഒരു ടിപ്പിക്കൽ ഗാങ്സ്റ്റർ മൂവിയാണ്. കൊച്ചിയിലുള്ളൊരു ഗാങ്സ്റ്റർ ACP. ഞാൻ വിചാരിച്ചാൽ ഗൗതം വാസുദേവൻ വേഴ്സസ് മമ്മൂട്ടി ആയിരിക്കുന്നു, പക്ഷെ അവസാനമൊക്കെ പുള്ളി ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ് തോന്നുന്നത്. ട്രെയിലർ ലാസ്റ്റ് കാണിച്ച ഭാഗമൊക്കെ. എന്തായാലും 10 റിലീസാണ് ബസൂക്ക. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എമ്പുരാൻ ഏകദേശം നല്ല ഹ്യൂജ് റൺ ഉണ്ടാവും. ഇപ്പോൾ എമ്പുരാൻ നാളെ റിലീസാണ്, 27-ാം തീയതി. നാളെ അല്ല, ഇന്ന് 27-ാം തീയതി അത് ഷൂട്ട് ചെയ്യണം രാത്രി. അപ്പോൾ 27, 28 ഹ്യൂജ് റൺ. അപ്പോഴത്തേക്കൊക്കെ ബസൂക്ക വരുമ്പോഴത്തേക്കും ഒക്കെ ഇത്തിരി കൂടി തിയേറ്റേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രീ ആവും. കാരണം എമ്പുരാൻ നല്ല ഹിറ്റ് റണ്ണായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ. മാത്രമല്ല ഗൈസ്, ഈ ഒരു എന്താ പറയുക, 1-ാം തീയതി 2-ാം തീയതിക്ക് എനിക്ക് തോന്നുന്ന ആൾക്കാർ കൂടുതൽ തിയേറ്ററിലേക്ക് പോകും, പ്രത്യേകിച്ച് മുസ്ലിംസൊക്കെ. കാരണം അറിയാമല്ലോ, നോമ്പ് കാലമാണ് അവർക്കൊക്കെ. അപ്പോൾ അവരൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എല്ലാവരും ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഇച്ചുകൂടി എനിക്ക് തോന്നുന്നു ഉള്ള തിയേറ്ററും കൂടി കൂടുതൽ ഫില്ലാവാനേ ചാൻസ് ഉള്ളൂ. മാത്രമല്ല ബസൂക്ക നല്ല അടിപൊളി സ്റ്റൈലിഷ് സിനിമ ആയിരിക്കും, അത് ഉറപ്പാണ്. നല്ല സ്റ്റൈലിഷാണ് ലുക്ക്. മാത്രമല്ല മമ്മൂക്ക് ഇട്ടേക്കുന്ന സ്പെക്സ് അടിപൊളി. പുള്ളിക്കാരൻ സ്പെക്സ് കണ്ണാടിയിൽ വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും ഗൈസ് 10-ാം തീയതി ഏപ്രിൽ, ലെറ്റ്സ് വാച്ച് ബസൂക്ക. ഓക്കെ ഗൈസ്, ബൈ.